ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കിടക്കാം. പാർട്ട് 9 ആണ് ഗായ്. ഗായ് പറഞ്ഞെന്താ? കൗ അല്ലേ? കൗനെയാണ് നമ്മൾ എന്ത് പറയാ? ഗായ്. ഗായ് പറഞ്ഞ പശു. ഗായ് പറഞ്ഞ കൗ ആണ്. അപ്പൊ ഗായിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. എക്സാമിനാണെങ്കിലും 2 സെന്റൻസ് എഴുതാൻ പറഞ്ഞാൽ ഈ ഗായിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിഞ്ഞിരിക്കണം. അത് എഴുതാനും പഠിക്കണം. ഓക്കെ. അപ്പൊ യഹ് ഏക് ഗായ് കാ ചിത്ര ഹേ. യഹ് ഏക് ഗായ് കാ ചിത്ര ഹേ. ഇവിടെ കാണുന്നത് ആരിന്റെ ചിത്രമാണ്? ഗായിന്റെ, കൗവിന്റെ ചിത്രമാണ്, പശുവിന്റെ ചിത്രമാണ്. ഗായ് ഏക് പാൽതു ജാൻവർ ഹേ. ഗായ് ഏക് പാൽതു ജാൻവർ ഹേ. പാൽതു ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് വളർത്തു മൃഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാൽതു ജാൻവർ എന്ന് പറയുന്നത്. പാൽതു ജാൻവർ. പാൽതു ജാൻവർ പറഞ്ഞാൽ ഡൊമസ്റ്റിക് അനിമൽ, വീട്ടിൽ വളർത്തുന്ന മൃഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാൽതു ജാൻവർ. ഗായ് ഹംകോ ദൂത് ദേത്തി ഹേ. ഗായ് ഹംകോ, പശു നമ്മൾക്ക് എന്ത് തരുന്നു? ദൂത് ദേത്തി ഹേ. ദൂത് പറഞ്ഞാൽ എന്താണ്? പാലല്ലേ? മിൽക്ക്. ദൂത് പറഞ്ഞാൽ മിൽക്കാണ്. അപ്പൊ നമുക്ക് എന്ത് തരുന്നു? ദൂത് ദേത്തി ഹേ, പാൽ തരുന്നു. പശു നമ്മൾക്ക് പാൽ തരുന്നു. ഗായ് ഹംകോ ദൂത് ദേത്തി ഹേ. ഇനി അടുത്ത് നോക്കൂ. ദൂത് കാ രംഗ് സഫേദ് ഹേ. ദൂതിന്റെ കളർ എന്താ? പാലിന്റെ കളർ എന്താ? ദൂത് കാ രംഗ്. രംഗ് പറഞ്ഞാൽ കളർ. സഫേദ് ഹേ. സഫേദ് പറഞ്ഞാൽ എന്ത് കളറാ? വൈറ്റ് കളർ അല്ലെ? സഫേദ് പറഞ്ഞാൽ എന്ത് കളർ? വൈറ്റ് കളർ. അപ്പൊ പാലിന്റെ നിറം വെള്ളയാണ്. ദൂത് കാ രംഗ് സഫേദ് ഹേ. ദൂത് കാ രംഗ് സഫേദ് ഹേ. യഹ് ഏക് ഉപയോഗി ജാൻവർ ഹേ. ഇത് ഒരു എന്താണ്? ഉപയോഗമുള്ള പശുവാണ്. നമുക്ക് പാല് തരും, അതിൽ നിന്ന് തന്നെ മോര്, തൈര് എല്ലാം ഉണ്ടാക്കാം അല്ലേ? അപ്പോ നമ്മൾക്ക് ഉപയോഗമുള്ള ഒരു മൃഗമാണ് പശു. അതാണ് യഹ് ഏക് ഉപയോഗി ജാൻവർ ഹേ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഗായ് എന്ന പശു പാഠത്തിലുള്ളത്. ഒന്നുകൂടി വായിക്കാം. യഹ് ഏക് ഗായ് കാ ചിത്ര ഹേ. ഗായ് ഏക് पालतू जानवर है. गाय हमको दूध देती है. दूध का रंग सफेद है. यह एक उपयोगी जानवर है. ഇത്രയാണ് ഗായ് എന്ന അതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പുറത്തെ അഭ്യാസമാണ്. അത് നിങ്ങൾക്ക് ഫിൽ ചെയ്യുക. അതെന്താണെന്ന് പറഞ്ഞാൽ ഫിൽ ചെയ്യുക. ഗായ് ഹംകോ ക്യാ ദേത്തി ഹേ എന്നൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താ? ഗായ് നമുക്ക് എന്താ തരുന്നത്? ഗായ് ഹംകോ ദൂത് ദേത്തി ഹേ. അതാണ് അതിൽ എഴുതേണ്ടത്. അടുത്ത നോക്കൂ. ഇസ്കെ ഹിന്ദി ശബ്ദ ലിഖോ. ഇതിന്റെ എല്ലാം ഇംഗ്ലീഷ് വേർഡ്സുകൾ തന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം ഹിന്ദി വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഈ പേജ് നമ്പർ 27 നോക്കുക. പാൽതു ജാൻവർ കാ ചിത്ര ചിപ്പാക്കർ ഉസ്കാ നാം ലിഖോ. ഏതെങ്കിലും ഒരു പാല് തരുന്ന മൃഗത്തിന്റെ ചിത്രം വരയ്ക്കുക എന്നാണ് പേജ് നമ്പർ 27 പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും നമ്മൾക്ക് പാല് തരുന്ന ഒരു മൃഗത്തിന്റെ ചിത്രം വരയ്ക്കുക. ഇനി രേഖ കിഞ്ചുക്കർ ചോടോ. ഇതാ 4 എണ്ണം എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് എന്താണ് എന്ന് മാച്ച് ചെയ്യാൻ നോക്കൂ. കുട കൊടുത്തിട്ടുണ്ട്. കുട നമ്മൾക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബർസാത്ത് അല്ലേ? മഴ വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് മാച്ച് ചെയ്യുക. ഇത് നോക്കൂ. ബാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്റ് നമ്മൾ എന്ത് കളിക്കാനാണ് ഉപയോഗിക്കുന്നത്? ക്രിക്കറ്റ്. പിന്നെ നോക്കൂ, വാച്ച് കൊടുത്തിട്ടുണ്ട്. വാച്ച് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സമയ്. അതേമാതിരി നമ്മൾക്ക് മുട്ടയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ബദക്. ബദക് പറഞ്ഞാൽ എന്താണ്? ഡക്കാണ്. ഡക്ക് നമ്മൾക്ക് എന്ത് തരുന്നു? മുട്ട തരുന്നു. ഇനി സമജോ. ഇതെന്താണെന്ന് പറഞ്ഞാൽ 1 അനേക്. 1 പറഞ്ഞാൽ സിംഗുലർ. പ്ലൂറൽ എന്ന് പറയില്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടില്ലേ? ഒന്നും ഒന്നിൽ കൂടുതലും. അതുപോലെ ഹിന്ദിയിൽ നമ്മൾ എന്ത് പറയും? ഏക് അനേക്. ഏക് പറഞ്ഞാൽ 1, അനേക് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. പത്ത. ഒരു ഇലയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പത്ത. ഒരിലയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പത്ത. ഒന്നിൽ കൂടുതൽ ഇലകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? പത്തേ. എന്ത് പറയും? ഒന്നിൽ കൂടുതൽ ഇലകളെ നമ്മൾ എന്ത് പറയും? പത്തേ. അടുത്ത നോക്കൂ. കുത്ത.
കുത്ത പറയുമ്പോൾ ഒരു ഡോഗാണ്. നമ്മൾ ഒരു ഡോഗാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കുത്ത എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറയും? കുത്തേ. അപ്പോ ഇല, ഒരു ഇലയാണെങ്കിൽ പത്ത, ഒന്നിൽ കൂടുതലാണെങ്കിൽ പത്തേ. ഒരു ഡോഗ് ആണെങ്കിൽ കുത്ത, ഒന്നിൽ കൂടുതലാണെങ്കിൽ കുത്തേ. ഇത്രയാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും നന്നായി എഴുതി പഠിക്കുക. ഓക്കെ.